ദില്ലി വായു മലിനീകരണത്തിൽ കൃത്രിമ മഴ പെയ്യിക്കണമെന്ന് ദില്ലി സർക്കാർ. ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കൃത്രിമ മഴ പെയ്യിക്കാൻ അനുമതി തേടിയാണ് കത്തയച്ചത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, നിലവിൽ വലിയ രൂക്ഷമാണ് ദില്ലിയിലെ പരിസ്ഥിതി പ്രശ്നം, മലിനീകരണം. ഇപ്പോൾ വിവിധ മാർഗങ്ങൾ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൃത്രിമ മഴ. എന്തൊക്കെയാണ് കത്തിൽ മറ്റ് വിവരങ്ങൾ ചേർത്തിരിക്കുന്നത്? സിജു, ദില്ലിയിലെ വായു മലിനീകരണം അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇനിയിപ്പോൾ ഏക പോംവഴി കൃത്രിമ മഴ മാത്രമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ദില്ലി സർക്കാർ എത്തിയിരിക്കുന്നത്. ഗ്രേപ്പ് 4 വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കർശനമായ നടപടികളിലേക്ക് പോകുമ്പോഴും ഈ വായു മലിനീകരണ തോത് വളരെയധികം വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 500 മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് ദില്ലി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് നേരത്തെ 3 തവണയും ഈ കൃത്രിമ മഴ സംബന്ധിച്ച എല്ലാ നിലയും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതിനോട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ കൃത്രിമ മഴ മാത്രമാണ് ഒരു എമർജൻസി ഘട്ടത്തിലുള്ള ഒരു ഏക പോംവഴി എന്നുള്ളതാണ് ദില്ലി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കാൺപൂർ IIT മറ്റെല്ലാം തന്നെയും നേരത്തെ മുൻ വർഷങ്ങളെല്ലാം തന്നെയും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കൃത്രിമ മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വായു മലിനീകരണ തോത് വളരെയധികം കുറയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ദില്ലി സർക്കാർ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെടണം. അദ്ദേഹത്തിന് ഇതിൽ വ്യക്തമായ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നൊരു കാര്യമാണ് ദില്ലി സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ആം ആദ്മി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJPയും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയം രാഷ്ട്രീയമായ ഒരു വിഷയമാക്കിക്കൊണ്ട് ആം ആദ്മിയും BJPയും പരസ്പരം പോരടിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കിതിനെ ഒരു നിഗമനത്തിലെത്താൻ. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലിനീകരണം രൂക്ഷമായ ദില്ലിയിൽ കൃത്രിമ മഴ പെയ്യിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുന്നു.